ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ജൂൺ എഡിഷനാണ്. ആദ്യം നോക്കുന്നത് 77ാമത് കാൻ ചലച്ചിത്രമേളയാണ്. 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ ചിത്രം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനാണ്. ഇതൊരു മലയാള ചിത്രമാണ്. നമ്മുടെ കനി കുസൃതിയൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ പായൽ കപാഡിയയാണ്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് പായൽ കപാഡിയ. കാൻ മേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനസൂയ സെൻഗുപ്തയ്ക്കാണ്. ചിത്രം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിനാണ് അനസൂയ സെൻഗുപ്തയ്ക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുന്നത്. കാൻ ചലച്ചിത്രമേളയിൽ പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി നേടിയത് ഛായാഗ്രഹനായിട്ട് ഉള്ള സന്തോഷ് ശിവനാണ് പിയർ അജന്യു എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി എന്ന അവാർഡ് ലഭിക്കുന്നത്. അടുത്തത് ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിച്ചത് ബി ഇന്ദിരയ്ക്കാണ് ഉണ്മ അക്ഷര ദക്ഷിണ പുരസ്കാരം ലഭിക്കുന്നത്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട അവാർഡിന് അർഹനായത് ആരാണ്? എം മുകുന്ദനാണ്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട അവാർഡിന് അർഹനായത് എം മുകുന്ദനാണ്. ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയത് ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയത് മേജർ രാധിക സെന്നാണ്. മേജർ രാധിക സെന്നിനാണ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിക്കുന്നത്. ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായിട്ട് അടുത്തിടെ ചുമതലയേറ്റത് ആരാണ്? വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് ആണ്. വൈസ് അഡ്മിറൽ ഗുരുചരൺ സിംഗ് ആണ് ദേശീയ പ്രതിരോധ അക്കാദമി കമാൻഡറായിട്ട് അടുത്തിടെ ചുമതലയേറ്റത്. 2024 പുരുഷ IPL കിരീടം ജേതാക്കൾ ആരാണ്? 2024 പുരുഷ IPL കിരീടം ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. അപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് 2024 പുരുഷ IPL കിരീട ജേതാക്കൾ. ആരെയാണ് തോൽപ്പിച്ചത്? സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് IPL ജേതാക്കളായത് ആരാണ്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി. 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരത്തിന് അർഹമായ കൃതി കെയ്റോസ് ആണ്. കെയ്റോസ് എന്ന കൃതിക്കാണ് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത്. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബെക്കിൻ്റെ നോവല് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിഖായേൽ ഹോഫ്മാനാണ് ഇത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത് ഏത് ടീമാണ്? മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയത്. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ താരം. IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ഏത് സഖ്യമാണ്? സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ്. തായ്ലാൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഗോപിചന്ദ് തോട്ടക്കുറയാണ്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആരാണ് എന്ന് ചോദിച്ചാലും ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന് ചോദിച്ചാൽ ഗോപിചന്ദ് തോട്ടക്കുറയാണ്. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ്. അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ ഒരു പ്രസിഡന്റ് കൊല്ലപ്പെടുകയുണ്ടായി. ഏത് രാജ്യത്തെ പ്രസിഡൻ്റായിരുന്നു? ഇറാൻ പ്രസിഡൻ്റായിരുന്നു.
ആരാണ് കൊല്ലപ്പെട്ടത്? ഇബ്രാഹിം റൈസിയാണ്. ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഇനി ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആരാണ് അടുത്തിടെ അന്തരിച്ചത്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആരാണത്? രഘുനന്ദൻ ശ്രീനിവാസ് കാമത്താണ്. രഘുനന്ദൻ ശ്രീനിവാസ് കാമത്താണ് അടുത്തിടെ അന്തരിച്ചത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.